അറ്റ് ലാസ്റ്റ് നമ്മൾ പാരീസിലെത്തി. ബസ് കുറച്ച് അധികം നേരത്തെ എത്തിയതിനെ കൊണ്ട് നമുക്ക് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൂമിൽ എന്തായാലും കുറച്ച് ഉച്ചക്കേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ പുറത്തെവിടെയെങ്കിലും നിൽക്കണം. കോമഡി എന്താണെന്ന് വെച്ചാൽ 10 മണി കഴിയാണ്ട് ഒരു റെസ്റ്റോറൻറ്റും തുറക്കുകയില്ല. സോ വി ആർ ട്രാപ്ഡ്. ബാത്റൂമിൽ പോകാനാണെങ്കിൽ ഒരു വഴിയില്ല. നമ്മൾ വന്ന ബസ്സിലുണ്ടായിരുന്നു, പക്ഷേ നേരത്തെ എത്തിയോണ്ട് കറക്റ്റ് സമയത്ത് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കണം. റെസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ വഴിയോ സ്ഥലമോ ഒന്നും ഒരു പിടിയില്ല. ഇനിയിപ്പോൾ എല്ലാം തപ്പി പിടിക്കണം. ഓക്കെ, നമ്മളങ്ങനെ പാരീസിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നന്ന് രാവിലെ എന്നെക്കൊണ്ട് മിക്ക കടകളും തുറന്നിട്ടില്ല. നമ്മൾ ടോയ്ലറ്റ് പോയതാണ്. എന്താണ് ഓർഡർ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു ക്രോസാൻറ്റും ഒരു നോർമൽ ബ്രെഡും ഒരു ക്രീം പ്ലസ് ഒരു ജാമാണ്. പിന്നെ ഞാനൊരു കോഫി ഓർഡർ ചെയ്ത്. ഇനി ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ബ്രെഡ് കുറച്ച് കട്ടിയുണ്ടെങ്കിലും ഇത് ആപ്രിക്കോട്ട് കൊള്ളാം. അങ്ങനെ പാരീസിലെത്തിയിട്ട് നമ്മൾ ആദ്യത്തെ ക്രോസാന്ന് കഴിച്ചു. ക്രോസാന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി, ക്രഞ്ചി. ക്രോസാന്ന് നല്ല സോഫ്റ്റ്, അകത്തൊന്നുമില്ല, ജസ്റ്റ് ക്രോസാന്ത്. പക്ഷെ കൊള്ളാം, കുറേ ലെയറായിട്ട് വന്നിട്ട് കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. അങ്ങനെ പാരീസ് വെളുത്ത് വരുന്നുണ്ട്. നമ്മൾ ബിസ്ട്രോ ദു മെട്രോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കഴിച്ചത്. അത്യാവശ്യം ഏകദേശം 10-11 യൂറോ ആണ് നമുക്കായത്. ഒരു നോർമൽ ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ഒരു ക്യാപ്പച്ചിനോ ആണ്. അത് എനിക്കൊന്ന് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസാണെന്ന് എനിക്ക് തോന്നുന്നത്. ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ് കയറിയത്, പക്ഷേ ബാത്റൂമിൽ പോയില്ല. ആ പൈസ നഷ്ടം. ഞാൻ പോയി, ഇങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഇവിടെ 8 മണിയായപ്പോൾ തന്നെ ഈ മെട്രോയുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാം തുറന്നിട്ടുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ റൂ ക്രീമെക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ സ്ട്രീറ്റൊക്കെ ഫുൾ ഓൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ തന്നെ ക്യാമറ യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ എടുക്കാൻ പറ്റും? എന്തായാലും രാവിലെ ഒന്നും ആരും എഴുന്നേക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എവിടുന്നേലുമൊക്കെ തെറികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സ്ഥലം വെച്ചിരിക്കുന്നത്. നല്ല ചെടികളും കുറേ പഴയ മോഡൽ സൈക്കിളുകളും കൊള്ളാം. ഇവിടെ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും തപ്പിപ്പിടിച്ച് ഇങ്ങനെ നോക്കി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമുക്ക് പരിപാടി തീർത്ത് പോവാം. ഒരു പൂച്ചയൊക്കെ ഇരിപ്പുണ്ട്. ഡെസ്റ്റിനേഷനായ എന്താ പറയുന്നത്, റൂ ക്രെമിക്സ് അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സത്യത്തിൽ ഇതൊക്കെ പ്രോഹിബിറ്റഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല രാവിലെ അതിനെക്കൊണ്ട് ആൾക്കാരില്ല. അതുകൊണ്ടായിരിക്കാം കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്ക് വരും. അപ്പോഴത്തേക്കും അവർ മിക്കവാറും ആൾക്കാരെ തെറി പറയാൻ തുടങ്ങും. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കാറ്റക്കോംസ് ഓഫ് പാരീസിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ
ഫ്രഷ് ആയിരിക്കുകയാണ്. ഇനിയിപ്പം ഇനി അങ്ങോട്ട് പോകേണ്ടത് നമുക്കറിയില്ല. നമ്മൾ വന്ന വഴി നമ്മൾ കാറ്റക്കോംസ് ദേ പാരീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ മെട്രോ പിടിക്കണം. ഇവിടെ എന്താ പറയുക, പബ്ലിക് ടോയ്ലറ്റ് ഒന്നും അങ്ങനെ കാണാൻ കിട്ടത്തില്ല. എന്തായാലും ഒരു കഫേയിൽ കയറിയിട്ട് ഒക്കെയാണ് നമ്മൾ ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ആവറേജ് ഒരു കോഫിക്ക് 4 യൂറോ ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ്. അപ്പം അത് ഇവിടെ മെയിൻ ഒരു പ്രശ്നം. അതാണ് ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ 4 യൂറോ വെച്ചിട്ടാണ് കോഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ രാജ്യത്ത് വരുമ്പോൾ എന്തായാലും അത് പ്രതീക്ഷിക്കണം. പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. എന്തോ പഴയ രാജാവിൻ്റെ കൊട്ടാരം പോലുണ്ട് കാണാൻ. പക്ഷെ എല്ലാ സ്ഥലത്തും മൂത്രമണമുണ്ട്, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. എങ്ങനെയാണോ എന്തോ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനൊക്കെ നല്ല വൃത്തിയാണ്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ എടുക്കുന്നത് മൊബിലിസ് ടിക്കറ്റാണ്. അത് മൊബിലിസ് ടിക്കറ്റിൻ്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് റൂട്ടിലേക്കാണോ പോകേണ്ടത് ആ റൂട്ടിലേക്ക് നമുക്ക് ഈ ഒരു ദിവസം എപ്പം വേണമെങ്കിലും പോവാം, എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലാതെ പല ടൈപ്പ് ടിക്കറ്റും ഉണ്ട്. ടിക്കറ്റിൽ എന്തും ട്രാം, ട്രെയിന് എന്തും യൂസ് ചെയ്യാം. നമ്മളിപ്പം 11 യൂറോൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഈ അൺലിമിറ്റഡ് ടിക്കറ്റ് ഒരു എടുക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, മാറിക്കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടിക്കറ്റ് വെറുതെ നഷ്ടമാകും. അപ്പോൾ ഇതൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി മെട്രോ ഇതിലേക്ക് പോയി നമുക്ക് വർക്ക് ചെയ്യുമോ എന്താ അവസ്ഥ നോക്കാം. ഉള്ളിൽ കൂടെ കയറ്റി അപ്പോൾ ഇവിടെ വരും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരാം. അപ്പോൾ ഈ മൊബിലിസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും എവിടെ പോകണം, ഏതുവഴി പോകണം എന്നുള്ളത്. നമ്മൾ കയറിയിട്ടുണ്ട്. ഓൾറെഡി ഓപ്പൺ ആയിരുന്ന ഒരു സ്ഥലം, അതുകൊണ്ട് അവിടെ ടിക്കറ്റ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇവിടെ നല്ല എന്താ പറയുക, സെറ്റപ്പായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് ഇവർ. അത്യാവശ്യം ഈസിയാണ് മെട്രോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ യൂട്യൂബിൽ കുറേ വീഡിയോ ഉണ്ടായിരുന്നു ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന്. വലിയ സീനില്ല. അങ്ങനെ നമ്മുടെ മെട്രോ എത്തിയിരിക്കുകയാണ്. SNCF എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഈ SNCF എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നമ്മൾ ഈ മെട്രോയിൽ നോക്കേണ്ടത്. അപ്പോൾ അടുത്ത നമ്മളിനിയിപ്പോൾ കാറ്റക്കോംസ് ദേ പാരീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാറ്റക്കോംസിലേക്കുള്ള വഴി കണ്ടുപിടിക്കണം. നമ്മൾ കാറ്റക്കോംസ് ദേ പാരീസിലേക്ക് പോകണം. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവും. എത്ര രൂപയെന്ന് അറിഞ്ഞില്ല. എന്തായാലും പോയി നോക്കാം. ഉള്ളിൽ ക്യാമറ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ക്യാമറ പുറത്ത് വെച്ചിട്ട് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്ത് വെച്ച് വേണം.